നമസ്കാരം. സൊഫൈൻ കന്നൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വൈറ്റ് ഹസ്കി പപ്പി ആയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. വൈറ്റ് പ്യുവർ വൈറ്റ് ഫീമെയിൽ പപ്പി. ബാക്കി എല്ലാ പപ്പീസൊക്കെ പോയി. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ചും കൂടി പപ്പീസ് ഉണ്ട്. ഷിറ്റ്സു ഉണ്ട്, ബീഗിൾ ഉണ്ട്, ഹസ്കി ഉണ്ട്, ഡോബർമാൻ ഉണ്ട്, ബുൾമാസ്റ്റിഫ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലക്കി ഡ്രോയുടെ കാര്യം നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്കി ഡ്രോ നടത്തണ കാര്യങ്ങൾ. ലക്കി ഡ്രോ നടത്താൻ ഇനി നമുക്കൊരു 10-60 ദിവസം കൂടി ഉള്ളോട്ടാ. നമ്മൾ 60 ദിവസം കൂടി ഉണ്ട്. ആ ഈ 60 ദിവസത്തിനുള്ളിൽ നമ്മൾ 1 lakh സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ഷിറ്റ്സു, ഒരു ഹസ്കി, ഒന്നാം സമ്മാനം ഹസ്കി, രണ്ടാം സമ്മാനം ഷിറ്റ്സു, അങ്ങനെയാണ്. പിന്നെ ഇനിയിപ്പോ ഈ സമ്മാനം അടിച്ച ആള് പറയണത് എനിക്ക് ഹസ്കിനെ വേണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആ സമയത്ത് ഏത് പപ്പിയുള്ള വെച്ച് കഴിഞ്ഞാൽ ആ പപ്പീനെ കൊടുക്കും. രണ്ടാം സമ്മാനം അടിച്ച ആള് പറയണ അതേപോലത്തെ ഷിറ്റ്സുവിന് പകരം ബീഗിൾ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പപ്പിയിലും കൊടുക്കൂട്ട. അപ്പോ വീഡിയോ വേഗം വൈറലാക്കുക. മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ വേറെ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫോണിലൊക്കെ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത്. ഇപ്പൊ നമ്മൾ 75K മുകളിലേക്ക് ആയിട്ട് നിൽക്കണു. നമുക്കിനി കുറച്ചും കൂടി ഉള്ളോ. നമുക്കൊരു 2 മാസം സമയമുണ്ട്. അതിനുള്ളിൽ നമ്മൾ ഫ്രീ ആയിട്ട് കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബർമാർക്ക് എല്ലാവർക്കും. ഇതിനു മുമ്പൊക്കെ നമ്മൾ ലക്കി ഡ്രോ നടത്തിയിട്ടൊക്കെ നമ്മുടെ വീഡിയോയിൽ നോക്കട്ടൊക്കെ നമ്മൾ 100 രൂപ 150 രൂപ മേടിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞാൽ എനിക്ക് പപ്പിയുടെ പൈസ കിട്ടാറുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 lakh അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പപ്പിയുടെ പൈസയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസയാണ് നമ്മുടെ പപ്പീനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പപ്പി നമ്മൾ സെയിലിനുള്ളതാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ വേണ്ട. ബാക്കി നമ്മുടെ കയ്യിൽ കുറെ ഡോബർമാൻ പപ്പി എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട് കേട്ടോ. പിന്നെ വീണ്ടും പറയണു, മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ തുടർന്ന് കാണാം. നമ്മുടെ വൈറ്റ് ഹസ്കി മിടുക്കത്തിട്ടാ. ഫീമെയിലാണ് കേട്ടോ. ഫീമെയിൽ ബ്ലൂ ഐസ്. ഹസ്കി ഫീമെയില് പപ്പി ഉള്ളത് കേട്ടോ. വൈറ്റ് പപ്പി. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പറഞ്ഞുകൂടി ഉണ്ട്. കുറുമ്പത്തിയാണ്, കുറുമ്പത്തി. നമ്മുടെ പപ്പി വൈറ്റ്. നമ്മളിത് നിർത്തിയാലോ എന്ന് ആലോചിക്കാം. നമ്മൾ നിർത്താന്നുള്ളതൊക്കെ വലിയ വിലക്ക് കൂടും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതിന് നിർത്തിയാലോ എന്ന് അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇതിന് നല്ല പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. കമന്റ് ചെയ്തോളൂ ഇതിന് പറ്റിയ പേര്. വൈറ്റ് ഫീമെയിൽ ഹസ്കിറ്റാ. നമ്മുടെ സെയിൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു 45 രൂപ ആ റേഞ്ചൊക്കെയാണ് നമ്മൾ വില പ്രതീക്ഷിക്കുന്നത്. 45 രൂപയല്ലേ കൊടുക്കുള്ളൂ. മനസ്സിലായോ? 45 രൂപ നമ്മൾ കൊടുക്കും. ഫസ്റ്റ് വാക്സിൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ അവിടെ നിൽക്കട്ടെ. അടിപൊളി പപ്പിയല്ലേ. ഇനി നെക്സ്റ്റ് അടുത്തേനെ ഇതിലേക്ക് ആവും പോയി. നെക്സ്റ്റ് ഫീമെയിൽ പപ്പിയിലേക്ക് ആവും. അടുത്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലൂ ഐസ് പപ്പിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചെവിയൊക്കെ വന്നുള്ളതിനും ഇപ്പൊ ദിവസം അധികമായിട്ടില്ല കേട്ടോ. നമുക്ക് നോർമൽ ഫീമെയിൽ പപ്പി ഇത് നമ്മള് വിത്ത് പേപ്പർ സർട്ടിഫിക്കറ്റ് എല്ലാം അടക്കം 25 രൂപ കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറെ പേര് നമ്മളെ ഹസ്കീനൊക്കെ പൈസ കുറവിന് കിട്ടുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ഫോണിൽ വിളിച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിനിപ്പോ പേപ്പർ ഇല്ലാണ്ട് വേണമെങ്കിൽ നമുക്കൊരു ഓഫർ ഇടാം. നിങ്ങൾക്ക് ഇനി പേപ്പർ വേണമെങ്കിൽ പേപ്പറൊക്കെ ഉള്ള പപ്പിയാണ്, നമുക്ക് പേപ്പറൊക്കെ എടുക്കാം. അപ്പോ ഇനി പേപ്പർ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഒരു ഓഫർ ഇടുന്നു. 15,000 രൂപയ്ക്ക് നമ്മുടെ വീഡിയോ 10 പേർക്ക് ഷെയർ ചെയ്യണമെങ്കിൽ 15 രൂപയ്ക്ക് വിത്തൗട്ട് പേപ്പറിൽ ഈ പപ്പിനെ കൊടുക്കൂട്ടാ. ബ്ലൂ ഐസ് ഫീമെയില് 10 പേർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം. നമ്മൾ മറ്റേ ഓഫറുകളൊക്കെ നിർത്തി വെച്ചേക്കണം കേട്ടോ. നമ്മൾ മുമ്പ് ഷെയർ ചെയ്ത് 5,000 രൂപ ഡിസ്കൗണ്ട് ചെയ്യേണ്ടതൊക്കെ നിർത്തി വെച്ചേക്കണം. ഇപ്പൊ നമ്മൾ ചെയ്യണത് കണ്ട കണ്ണ് നോക്കിയ 2 കണ്ണും ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യുമ്പോൾ വേണ്ട കാണണ്ട. ബ്ലൂ ഐസ് സൂപ്പർ ബ്ലൂ ആട്ടാ. ഓർഡിനറി അല്ല, ഒറിജിനൽ സാധനം. അതുകൊണ്ടാണ് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ടോർച്ച് അടിക്കുമ്പോൾ അതിന്റെ കളറ് കാണുന്നത്. അപ്പൊ ഇനി ഹസ്കീനെ മേടിക്കണം പൈസ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഇത്. പിന്നെ നമ്മുടെ അവിടെ 1 lakh സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഹസ്കീനും ഷിറ്റ്സുനും ഫ്രീ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ
നമുക്കൊരു 1000 പേര് എക്സ്ട്രാ കൂടിയിട്ടുള്ളത് വരെ എത്ര ദിവസമായിട്ട് അധികം ആൾക്കാരൊന്നും കൂടിയിട്ടില്ല. അപ്പം മാക്സിമം നിങ്ങൾ തന്നെ ശ്രമിച്ച് മാക്സിമം ആക്കണമെങ്കിൽ നമ്മൾ ഒരു ഹസ്കി പപ്പി ഒരു ഷിറ്റ്സു പപ്പി ഫ്രീ കൊടുക്കട്ടെ. അതൊന്നും മറന്നിട്ടില്ല. 90 ദിവസം ഇനിയിപ്പോൾ നമുക്ക് ഒരു മാസം കൂടെ ആവാറായിട്ടുള്ളൂ. ഇനിയും നമുക്ക് ദിവസമുണ്ട്, 10-60 ദിവസമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ 1 lakh ആവുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കട്ടെ. അത് അപ്പോഴത്തെ ഏറ്റവും സൂപ്പർ പപ്പിന് കൊടുക്കുക, ഏറ്റവും നല്ല ഹസ്കിയും ഏറ്റവും നല്ല ഷിറ്റ്സുവിനും കൊടുക്കുക. ഇതിപ്പോ നമുക്ക് 15 രൂപയ്ക്ക് നമ്മൾ ഓഫർ ഇട്ടാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ട് പേപ്പർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 25,000 രൂപയാണ് ഇതിന്റെ വില. നോർമൽ ഹസ്കിയുടെ വില നമ്മുടെ ഇവിടെ 25 രൂപയ്ക്കാണ് ഹസ്കിനെ കൊടുക്കുന്നത്. ഇത് ഷൈപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ. ഓർഡിനറി അല്ല, നല്ല ടൈപ്പ് ഹസ്കി പപ്പിയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതിനെ എടുക്കാം നമുക്ക്. पकड़ो भाई, नेक्स्ट लेके आओ. बीगल पपी है. हाँ सर, बीगल के लेके आओ. നമ്മുടെ ബീഗിൾ ഫീമെയിൽ പപ്പികൾ കേട്ടോ. 2 ഫീമെയിൽ പപ്പിയിലത്തെ മെയിൽ പപ്പീനെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നത് കാണാട്ടോ. ഇനിയിപ്പോ നമുക്ക് 2 ഫീമെയിൽ പപ്പി ബീഗിൾ സൂപ്പർ ക്വാളിറ്റികളുണ്ട്. പിന്നെ നമുക്ക് വേറെ നമ്മുടെ ഇവിടെ ബ്രീഡ് ചെയ്തിട്ട് ഒരു അടിപൊളി പപ്പീസ് വേറെ ഉണ്ട് കേട്ടോ. ബീഗിളിനൊക്കെ നമ്മളൊരു 18 രൂപയാണ് കേട്ടോ ഫീമെയിലിനൊക്കെ പറയുന്നത്. മെയിൽ 20 അങ്ങനെയാണ് കൊടുക്കണത്. അടിപൊളി പപ്പീസാണ് കേട്ടോ. ഇത് ചെറിയ പപ്പി വേണ്ടവർക്ക്. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ലാസ്റ്റ് നമുക്ക് വേറെ കൂടി വലിയ പപ്പി ഉണ്ട് കേട്ടോ. 40 ദിവസമൊക്കെ ആയിട്ടുള്ള പപ്പീസ് ഉണ്ട്. ഇതൊരു 35 ദിവസം പ്രായമുള്ള വളരെ ചെറിയ പപ്പീനെ വേണ്ട ആൾക്കാർക്ക് ഉള്ള ഒരു സാധനമാണ്. പപ്പീസസ് ആണ് കേട്ടോ. നല്ല മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ള പപ്പി കേട്ടോ. 18 രൂപ വിത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം കൂടിയിട്ട്. ഇതിന് വേറെ ഓഫർ കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. നോർമൽ പ്രൈസ് ആണ്. ഇപ്പൊ മറ്റേ ഓഫറുകളൊക്കെ നിർത്തി വെച്ചേക്കണം എല്ലാം. ഇനി നമ്മൾ ഓൺലി ഇനിയിപ്പോ ലക്കി ഡ്രോയില് നിങ്ങൾ പറയണ് ബീഗിളിനെ ഉൾപ്പെടുത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷിറ്റ്സുവിനെ മാറ്റിയിട്ട് ബീഗിളും ആക്കൂട്ടാ. ഇനിയിപ്പോ പ്രൈസ് അടിക്കുന്ന ആൾക്ക് അങ്ങനെ പറഞ്ഞാലും ലക്കി ഡ്രോ വരുമ്പോ അപ്പൊ മാക്സിമം ലക്കി ഡ്രോ വരുമ്പോ നമ്മൾ വരാൻ വേണ്ടിയിട്ട് മാക്സിമം സബ്സ്ക്രിപ്ഷൻ കൂട്ടുക. എന്താ അപ്പൊ ബീഗിൾ സർട്ടിഫൈഡ് ഫീമെയിൽസ് ഇനി പൂടിലുണ്ട്. പൂടിൽ പപ്പീനെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലക്കിയാവോ, പൂടിൽ ലക്കിയാവോ. ഓക്കെ ബൈ. ഇനി പൂടിലിനെ കൊണ്ടിട്ട് നമ്മുടെ പൂടിൽ പപ്പി വരുന്നുണ്ട്. സർട്ടിഫൈഡ് പപ്പിയാണ് കേട്ടോ. ഫീമെയില് പപ്പിട്ടാ. ഫീമെയില് പൂടില് പപ്പി. കറക്റ്റ് 2 മാസം പ്രായട്ടാ. $55 പൂടിൽ വിത്ത് സർട്ടിഫിക്കറ്റ് കേട്ടാ. നമ്മൾ ഇതിന് മുമ്പ് ആ വിലക്ക് തന്നെയാണ് മുമ്പത്തെ പപ്പീസിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് സൂപ്പർ പപ്പി, നല്ല ഹെയറും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി പപ്പീറ്റാ. ചാടണം. പിന്നെ അടുത്ത് ഡോബർമാൻ പപ്പീൻ്റെ ഉണ്ട്. ഡോബർമാൻ പപ്പീനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ തീരുമാനമായിട്ടിരിക്കണം. എന്നാലും നമ്മൾ കാണിക്കണം. ആരും അഡ്വാൻസ് നമ്മൾ ആരൊന്നും മേടിച്ചിട്ടില്ല. ഓക്കെ ബൈ. ലേക്ക് ചെയ്യാം. ഓക്കെ. ഡോബർമാൻ പപ്പീസ് വരുന്നുണ്ട്. ഡോബർമാൻ പപ്പീസ് ഒക്കെ 2 മാസമായിട്ടാ. ഒരു ഹെവി പപ്പീസാണ് കേട്ടാ. സർട്ടിഫിക്കറ്റ് ഉള്ള ഡോബർമാൻ പപ്പീസ്. ഓ ഇതിൻ്റെ ഉള്ളിലൊന്നും പറ്റില്ലത് ബുദ്ധിമുട്ടാ. ഭയങ്കര സാധനങ്ങളെ നശിപ്പിക്കും.
ശരിക്കും നമ്മള് ഈ ഡോബർമാന്റെ ചെവിയൊക്കെ ഒരു 3 മാസം കെട്ടിയാട്ടാ നമുക്ക് ഇയർ ക്രോപ്പിംഗ് ചെയ്യാട്ടാ. 3 ഇവിടുന്ന് മേടിച്ചുകൊണ്ടായി കഴിഞ്ഞാൽ ഇതിനുള്ള സംവിധാനമൊക്കെ നമ്മൾ പറഞ്ഞുതരും കേട്ടോ. ഇയർ ക്രോപ്പിങ്ങിനുള്ളത് അതൊരു മെയിൽ ഒരു ഫീമെയിൽ ഇട്ടാ. നല്ല അടിപൊളി പപ്പീസ് ഇട്ടാ. ഹെവി സാധനങ്ങളാണ് ഇതൊക്കെ. നല്ല സൈസോട് കൂടിയിട്ട് വരുന്ന മദറും ഫാദറും നല്ലതാണ്. സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ 20 രൂപയാണ് വില പറയുന്നത് കേട്ടാ. 20 രൂപ പപ്പീസിന്റെ വില. 20 രൂപ. 20 രൂപയ്ക്ക് വിത്ത് സർട്ടിഫിക്കറ്റ് മൈക്രോചിപ്പ് എല്ലാം അടക്കം നിങ്ങൾക്ക് കിട്ടും. ओके भाई, जास्ती टाइम तो ये खराब आएगा. ओके भाई. പപ്പിയെ പൂരാ കത്തം. ഷിറ്റ്സു. ഷിറ്റ്സു ഉണ്ട്. ഇനി ഷിറ്റ്സുവിനെ കാണിക്കാം. ഷിറ്റ്സു ഫീമെയിൽ പപ്പികൾ വരുന്നുണ്ട്. ഫീമെയിൽ പപ്പീറ്റാ. സർട്ടിഫിക്കറ്റ് കിടക്കുകയാണെങ്കിൽ 20 രൂപ അല്ലെങ്കിൽ 15 രൂപ. 15 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മള് 10 പേർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. പേപ്പർ ഇല്ലാണ്ട് 15 രൂപയ്ക്ക് തരും. അല്ലെങ്കിൽ 20,000 രൂപ വില പപ്പിയുടെ വില ഫീമെയിൽ. വീഡിയോ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പേപ്പറിലാണ്ട് 15 രൂപയ്ക്ക് സാധനം പപ്പീനെ കൊണ്ടുപോകാം കേട്ടോ. അടിപൊളി പപ്പീസ് ഷിറ്റ്സു. ഇപ്പഴേ വന്നിട്ടുള്ളത് ബ്ലാക്ക് വേണ്ട, അത് മെയിലാട്ടാ. മെയിൽ പപ്പി. മെയിലും ഫീമെയിലൊക്കെ ഉണ്ട് കേട്ടാ. ഷിറ്റ്സു ഉണ്ട്. അപ്പോ ധൈര്യമായിട്ട് പോന്നോ. ഷിറ്റ്സുവിന് എടുക്കണമെങ്കിൽ 15-നും 20-നൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ നമുക്ക്, നിങ്ങളുടെ ആവശ്യം പോലെ. നടുക്കിലത്തെ ബ്ലാക്ക് കൂടുതലുള്ളത് മെയിൽ. വേറെയും മെയിൽ ഉണ്ട് കേട്ടാ. ചെവിയുമ്പോ രോമം പോയില്ല. എന്തൊക്കെ ഗ്യാപ്പ്, വെള്ളം നനഞ്ഞു പോകുന്നുണ്ട്. അത് നനഞ്ഞുണ്ട്, അതാ. ഓക്കെ ബൈ, ലേക്ക് ജാവോ. അപ്പൊ പപ്പീസ് എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ബ്ലാക്കി, ബ്ലാക്ക്. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. ബ്ലാക്കി, ഇത് നമ്മുടെ ടുട്ടൂട്ടാ. ഗുഡ് ബോയ് ടുട്ടു, ഗുഡ് ബോയ് ആട്ടാ. ടുട്ടുവിനെ ചെറിയ ക്ഷീണുണ്ടോ? തടി കുറഞ്ഞുണ്ടോ? ഇല്ല. ഇത് നമ്മള് പുതിയൊരു ഗോൾഡനെ കൊണ്ടുവന്ന കേട്ടാ. പ്രായമുള്ളതാ, ബ്രീഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മള് മൈക്കില് ബ്രീഡ് ചെയ്യാൻ വേണ്ടി വന്ന. നമ്മുടെ ബൈക്കിന് പ്രായമായി. ഇതിനെ നമുക്ക് പഞ്ചാബിൽ നിന്ന് ഗയ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ദീപ് സിംഗ് തന്നിട്ടുള്ളതാണ്. അപ്പൊ ആള് അവിടെ നിന്ന് ഒരു ഫീമെയിലിനെ കൊടുത്തയച്ചാണ് ഇവിടെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി. ഇവനില് ബ്രീഡ് ചെയ്തിട്ട് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആൾക്കും കുട്ടീനെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ആള് ഇവിടെ തന്നിട്ട് പോയിട്ട്. കണ്ട, അടിപൊളി ഫീമെയിലാട്ടാ. അപ്പൊ ബ്രീഡ് ചെയ്തിട്ടുണ്ട്, അറിയാം. 2 മാസം കഴിഞ്ഞ ഡോഗ്സിന് നമ്മൾ 60-62 ദിവസം ഡേറ്റ്. ഇതൊരു ഗോൾഡൻ ഫീമെയിൽ പപ്പി കൊടുക്കാനുള്ള കേട്ടാ. 5 മാസം 6 മാസമൊക്കെ ആവാറായി. 5 മാസം കഴിഞ്ഞു. ഇത് നമ്മുടെ ജാക്ക്. അത് ജാക്ക. ഇത് ബീഗിൾ മെയിൽ കേട്ടോ നമ്മുടെ പറഞ്ഞു. ഇത് ഹസ്കി കൊടുക്കാനുള്ള കേട്ടാ. സെമി ഹസ്കി ഫീമെയിൽ. മറ്റേ ഗോൾഡൻ പറയില്ല നമ്മൾ. ഗോൾഡൻ സർട്ടിഫിക്കറ്റ് ഒക്കെ 20 രൂപ അല്ലെങ്കിൽ 15 രൂപ കേട്ടോ. ഇത് നമുക്ക് 25 രൂപ സർട്ടിഫിക്കറ്റ് എല്ലാം അടക്കം. നമ്മുടെ ലാറ. ലാറ നിൽക്കണം, നിൽപ്പുണ്ടോ ലാറ? ലാറ എന്തൊരു നോക്കണ്ടല്ലോ കാര്യായിട്ട്.
ഇമ്രാൻ ഒക്കെ ബോർഡിങ്ങാ. പിന്നെ ഒരു ബുൾ മാസ്റ്റിഫ് ഫീമെയിൽ പപ്പീനെ കൊടുക്കാണ്ട് കേട്ടാ. ഒരു 30 രൂപ റേഞ്ചൊക്കെ വരും ഫീമെയിൽ. അതിന്റെ കുട്ടിയെന്ന് കേട്ടാ. അതെന്തെങ്ങനെ മുഖം വെച്ച് കിടക്കണ നീ? ഡുർണിയ ഡുർണിയ ഫീലിങ്സ് ഉണ്ടോ നിനക്ക്? ഫീലിങ്സ് ഫീലിങ്സ് ഉണ്ടോ ഇതിന്? അത് ഇല്ലല്ല, ഫീലിങ്സ് ഒന്നും ഇല്ല. നമ്പർ അടിച്ച മുഖം ഇതാക്കി കിടക്കണം. ഗുണ്ടപ്പ നല്ല ഫുൾ ടൈം ഉറക്കണം. ശരി ശരി ശരി, ഓക്കെ. നമ്മുടെ റാംബോന്റെ കൂടൊക്കെ മാറ്റാറായിട്ടുണ്ട് കേട്ടാ. ഇതൊരു ബോർഡിങ് വന്നിട്ടുള്ള കേട്ടാ, ഒരു നാടൻ മിക്സ് ബോർഡിങ് വന്നിട്ടുള്ളതാണ്. 3 മാസം പ്രായമുള്ള പപ്പി, മെയിൽ പപ്പി. ഇനിയിപ്പോ ആൾക്കാർക്ക് ചെറിയ പപ്പിനെ നോക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളതാണ് മെയിൽ പപ്പിനെ. എന്താണ്ടായ രണ്ടുപേര്? എന്താണ്ടായ? നമ്മുടെ ടോം മാക്സിന്റെ അടുത്തേക്ക് പോവാം നമുക്ക്. വേണ്ട എനിക്ക്. ശരി, തുറന്നോളാം. വായിലേണ്ട. ടോം മാക്സ്. ഞാൻ അടച്ചിടാം. റൗണ്ട് അടിക്കട്ടെ. നമ്മുടെ ഇവിടെ ചെറിയ ഒരു ഇത് മരം കണ്ട വീണു. തായ്ലാന്റ് പപ്പയുടെ പകുതി പോയി. കുറെ പപ്പക്കായ ഉണ്ടായിരുന്നൊക്കെ തകടുപടി. വേറെ സംഭവം ഉണ്ടായി. ഇത് വീഴുമ്പോ ഇവിടെ നമ്മളൊരു ഫ്ലോർ മാറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട്. കണ്ട ഫ്രെയിം ആകെ വളഞ്ഞ് തകടുപടി. നമുക്ക് അത്രയും വലിയ മരം നോക്കി അതിന്റെ പകുതി മരം വീണപ്പോ ഇവിടെ ഞാൻ ഫ്ലോർ മാറ്റിനൊന്നും വലിയ സംഭവങ്ങളില്ല കേട്ടോ. ഇതേപോലത്തെ ഫ്ലോർ മാറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്ന സാധനം കേട്ടാ. അതിൽ ഏതോ ഒരെണ്ണം അങ്ങോട്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. അതൊന്നും പൊട്ടിയില്ല. അത്രയും വലിയ സാധനം വീണിട്ട് ഫ്ലോർ മാറ്റ് പൊട്ടിയില്ല. കണ്ട ഒരെണ്ണം പൊട്ടി ഉണ്ടാവണല്ലോ. പൊട്ടാണ്ടിരിക്കാൻ വഴിയില്ല. അത്രയും സ്ട്രോങ് കാണാല്ലേ അതിലുള്ളത്. ഇതേപോലത്തെ സാധനം ഇതിന്റെ മുകളിലേക്ക് വീണത്. അപ്പൊ നമ്മളവിടെ വേറൊരു പഴയ ഫ്രീസർ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിന്റെ ഉള്ളിൽ ബ്രഷും സാധനങ്ങളൊക്കെ വെച്ചേക്കാം. നമ്മുടെ ഹിന്ദിക്കാരന്റെ പരിപാടികളാണ്. അപ്പൊ അവിടെ നിന്ന് വീണതാ. തായ്ലാന്റ് പപ്പ. ഏകദേശം പപ്പയുടെ പ്രായമൊക്കെ കഴിഞ്ഞു. എന്നാലും അതേപോലെ ആ പപ്പയമ്മാണ്ട കുറെ ഉണ്ട്. അതേപോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്ന. പിന്നതേ എന്താണെന്നറിയില്ല, ഇങ്ങനത്തെ ചെടിയുമ്പോ ചെറിയൊരു പ്രശ്നം കണ്ട. ഇലയൊക്കെ ഫുള്ള് കൊഴിഞ്ഞു പോയി. മഴയുടെ എന്താ പ്രശ്നം തോന്നുന്നു. ചെടീനെ പറ്റിയിട്ട് കാര്യമായിട്ട് അറിയില്ല. നമ്മുടെ വല്ല ഗടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് അറിയണ ഇത് എന്താ അസുഖം എന്നുള്ളത് ഒന്ന് പറഞ്ഞെന്നുള്ളത്. കണ്ട ഇതേപോലെ ചെടിയായിരുന്നു. ഇതേപോലത്തെ എത്ര വലിപ്പമില്ല, ഇതിന് ചെറുത്. ഇത് കണ്ട ഈ ചെടി ഇതേപോലത്തെ ചെടികളായിരുന്നു. ഇതിലും ഇവിടെ കണ്ട കുറച്ച് സൈഡിൽ നിന്ന് പോയി. ഇവിടെയൊന്നും കുഴപ്പമില്ല. പുതിയ പപ്പ വളർന്നു വരുന്നുണ്ട് നമ്മള്. ഇത് റെഡ് ലേഡി എന്ന് പറഞ്ഞിട്ടുള്ള പപ്പയാണ്. മറ്റേ തായ്ലാന്റ് പപ്പ. ഒരു പപ്പ കായ അടിയിലുണ്ട്. റംബൂട്ടാനൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. റംബൂട്ടാൻ അടിയിൽ വീണ് കിടക്കുന്നുണ്ട്. എന്താ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്.
റംബൂട്ടാൻ ബാക്കിലുണ്ട്. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ മാംഗോസ്റ്റിൻ ഉണ്ടായി വീണ് കിടക്കുക. ഇതൊരു ചെറിയ ഓട്ടോമാറ്റിക് തന്നെ ഉണ്ടായത്. അവിടുത്തെ വലിയ മാംഗോസ്റ്റിനും കുറേ ഉണ്ടായിരുന്നു. നിറയെ മാംഗോസ്റ്റിൻ വീണ്. അതിനൊക്കെ ഓരോ മരങ്ങൾ ഇടയ്ക്ക് വീഴുമ്പോൾ ഇതാവുന്ന കേട്ടോ. ഇത് കണ്ടോ, റംബൂട്ടാൻ നാശായി. ഇതിനൊന്നും കുഴപ്പമില്ല, കേടുവരില്ല, ഇഷ്ടം പോലെ ഉണ്ട്. കണ്ട ഇങ്ങനത്തെ ഒരു 3-4 മരം ഉണ്ട് കേട്ടോ ഇവിടെ. ഉണ്ടാ ചിരിക്കണണ്ടാ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള്, കാര്യങ്ങള്. Bull Mastiff male പപ്പിട്ടാ. 3 മാസം പ്രായം കഴിഞ്ഞു. മാസം കഴിഞ്ഞ പപ്പി സൂപ്പർ പപ്പി കേട്ടോ. നമുക്കൊരു 25 രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ. വാക്സിനേഷൻ കഴിഞ്ഞ് ഇനി റാബിസ് മാത്രമേ ചെയ്യാറുള്ളൂ. സർട്ടിഫിക്കറ്റ് മൈക്രോചിപ്പ് അല്ലാണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഒരു ബീഗിൾ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പൊ അവരവിടേക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷോപ്പിലേക്കാണ് പോകണം കേട്ടോ. പ്രത്യേകം പറയാം, വേറെ കാര്യം പറയാം. നമ്മൾ സാധാരണ ഇപ്പൊ നമ്മുടെ ടിയാക്കോ കുറെ പേരായി 2-3 ആൾക്കാർ ചോദിച്ചു വണ്ടി കാണാനില്ലല്ലോ. ഇപ്പൊ നമ്മള് എക്കോസ്പോർട്ടിലാണ് വന്നതാണ് കേട്ടോ. ടിയാഗോ 1 മാസമായിട്ട് നമ്മുടെ ചെറിയൊരു ബമ്പർ, ചെറിയൊരു സ്ക്രാച്ച് ആയിട്ട് നമ്മള് തൃശ്ശൂർ ടാറ്റ ഹൈസൺ മോട്ടോഴ്സിൽ കൊടുത്തേക്കാണ്. 1 മാസമായി, ഇതുവരെ കിട്ടിയിട്ടില്ല. 9-ാം തീയതിയാണ് കൊടുത്താണ്. ഈ 9-ാം തീയതിക്ക് 1 മാസം. അപ്പൊ അതുകൊണ്ട് ആ വണ്ടി ഇപ്പൊ കയ്യിലില്ല. അത് കാരണം കൊണ്ടേ കുറച്ച് പേർക്ക് നമ്മൾ ഈ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യാറുണ്ട്. അതൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്യാറ്. ഇപ്പൊ ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയിൽ പോകാനോണ്ട് ചെറിയ ചാർജൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പൊ വണ്ടി ഉടൻ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കണം. അപ്പൊ ആ പ്രതീക്ഷ, ആ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഫ്രീ ഡെലിവറി ചെയ്ത് കൊടുക്കൂട്ടാ. നമ്മൾ കടയിൽ ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ സർവീസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നേരെ ഇനി അങ്ങോട്ട് പോയിട്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ബീഗിൾ പപ്പീസ് ഇട്ടാ. മദർ പിന്നെ ചെറിയ സ്കിന്നിന്റെ ചെറിയ ഒരു പ്രശ്നമുണ്ട്. ഇത് ഫീമെയില്, അത് ഫീമെയില്, മറ്റേത് ഇത് മെയില് കേട്ടോ. കണ്ട ഓടയാണ്, ഓടായി. ഹസ്കി മെയിൽ കേട്ടോ, മെയിൽ ഹസ്കിയാണ് കേട്ടോ. ഓടൈ നമുക്ക് നമ്മുടെ വൈറ്റ് ഹസ്കിയുടെ കുട്ടിയാണ്. വൈറ്റ് ഹസ്കിയുടെ കുട്ടിയല്ലേ അത്. ഇപ്പൊ എത്ര മാസം അതിൻ്റെ 9 മാസം കേട്ടോ. ഇത് കൊടുക്കാനുള്ളതാണ്. വേറെ ഹസ്കിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി, നല്ല ഹെഡ് കണ്ട, ഹെഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓടയാണ് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം റേഞ്ചിൽ കൊടുക്കാൻ പറ്റും.
അധികം പൈസ ഒന്നും പറയുന്നില്ല. ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എന്നിട്ട് ആരോ മേടിച്ചു കൊണ്ടുപോയതാ. എന്നിട്ട് 2 ദിവസം ഫുഡ് കഴിക്കാണ്ട് വീണ്ടും തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഉണ്ടായതാ. നല്ല ഹസ്കിറ്റാ. പിന്നെ ഒരു സെമി ഫീമെയിലും ഉണ്ട്. അതെ, അങ്ങനെ നമ്മള് കടയിൽ എത്തിയിട്ടാ. തൃശ്ശൂര് കുരിയച്ചിറ വളർക്കാവ് ഗാനം തിയേറ്റർ. ഈ സൈഡിലാണ് ഗാനം തിയേറ്റർ. ഒരു ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉണ്ട്. ഇതൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതാണ് നമ്മുടെ ഷോപ്പ് കേട്ടോ. ഓയിൽക്കാൻ്റെ പുതിയ ബോർഡൊക്കെ വന്നിട്ടുണ്ട്. ഗ്രേവിക്കൊക്കെ ഭയങ്കര ഓഫർ കൊടുക്കുന്നുണ്ട്. 55% ഓഫർ. നീഷുകള്, ഡോഗ് ഫുഡുകൾ, വലിയ ബാഗുകളെല്ലാം ഉണ്ട് കേട്ടോ. ടവല്, ഇത് നമ്മള് ഡോഗ് നമ്മുടെ മേല് മുട്ടി കഴിഞ്ഞ ഷർട്ടുമൊക്കെ ഹെയറൊക്കെ ഇനിയൊക്കെ മാറ്റാനുള്ളത്. പിന്നെ അതേ ടോയ്സുകള്, സപ്ലിമെന്റ്സുകള്, ചെറുതായിട്ട് മീനിന്റെ തീറ്റയൊക്കെ ഉണ്ട് കേട്ടോ. കുറെ പേര് മീനിന്റെ തീറ്റയൊക്കെ മേടിക്കാൻ വരാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പാഡ്, ഈ പാഡ്, ഇത് വൈപ്സ്, പിന്നെ ഫാൻസി ടൈപ്പ് ബോഡി ബെൽറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ബോണ്, പാത്രങ്ങള്, എല്ലാ സാധനങ്ങളും ഉണ്ട്. റോയൽ കാൻ്റെ കൂളിംഗ് ഗ്ലാസ്, ഡോഗ്സിന് വയ്ക്കുന്ന കൂളിംഗ് ഗ്ലാസ്. ആ അക്ഷയ് ഇരിക്കുന്നുണ്ടല്ലേ. റോയൽ കാൻ NND, പുതിയ ജസ്റ്റ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ്, സ്മാർട്ട് ഹാർട്ട്, ഹാപ്പി ഡോഗ്, ഹിമാലയ, ബൗളേഴ്സ്, സീറോ ഗോനേറ്റീവ്, പിന്നെ സീറോ ഗ്രെയിൻസ് ഉണ്ടല്ലോ. സീറോ ഗ്രെയിൻസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രൂൾസ്, കാർണിവല്, പിന്നെ ഷാമ്പുകള് എല്ലാം ഉണ്ട്. ബിസ്ക്കറ്റ്, കാറ്റിന്റെ ഫുഡുകൾ, ഹിമാലയയുടെ ഒക്കെ ഉണ്ട്. കുറെ ടൈപ്പ് ഉണ്ട് കാറ്റിന്റെ ഫുഡുകൾ. പിന്നെ അതേ പുറത്ത് പല ടൈപ്പ് കൂടുകൾ കണ്ട. കൂട് വീലുള്ള ടൈപ്പ്, ഇത് വലിയ കൂട്. നമ്മൾ റോയൽ കാൻ്റെ കിറ്റ് കൊടുക്കണം തന്നിട്ടാ. നമ്മളിവിടെ ഓഫർ ഇട്ടിട്ടാ. നമ്മളിവിടെ നിന്ന് പട്ടിക്കുട്ടീനെ മേടിക്കുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എവിടെയെങ്കിലും പട്ടിക്കുട്ടീനെ ജസ്റ്റ് ഒരു മാസത്തിനുള്ള പട്ടിക്കുട്ടി മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന കിറ്റാണത്. റോയൽ കാൻ കിറ്റ്. നമ്മൾ 1150 രൂപ ഉള്ളത് 600 രൂപയ്ക്ക് 1 കിലോ സ്റ്റാർട്ടർ കൊടുക്കും. ഇത് നമ്മുടെ ഫ്ലോർ മാറ്റുകൾ കേട്ടാ. ചെറിയ ക്രൈറ്റ് നമ്മൾ ഡോഗിനെയൊക്കെ കൊണ്ടുപോയില്ലേ ട്രാവൽ. പിന്നെ ഇങ്ങനത്തെ കേജുകളൊക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പ് വലുപ്പത്തിലുള്ളതുണ്ട്. അതായത് ഡോഗ് ഫുഡുകളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ട് കേട്ടാണ്. ഫുൾ സ്റ്റോക്ക് ഉണ്ട്. കേജ് കാര്യങ്ങള്. ഇതേ ബെഡാണ്. ഇത് കാർണിവലിന്റെ ഫുഡ് കൊടുക്കുമ്പോൾ കൊടുക്കണം ബെഡാണ് കേട്ടോ. ബെഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം. ബെഡ് ഇതാണ് ബോക്സ്. ബെഡിന്റെ ബോക്സ് ഇതേ ഉണ്ടാ. ബെഡ് 2-3 കിലോ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പോകുന്നൊരു ബെഡ് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഒരു 6000 രൂപ അടിപൊളി കൂട് കിട്ടും കേട്ടോ. ഇത് അതിനും കൂടുതൽ വിലയുള്ള ഒരു 12,000 രൂപ. റൂൾസിന് ഓഫർ കൊടുക്കേണ്ടവര് ഒരു ബിസ്ക്കറ്റ് ഫ്രീ, അല്ലെങ്കിൽ അതേപോലെ ഗ്രേവി 4 പാക്കറ്റ് ഗ്രേവി ഫ്രീ, അങ്ങനെയാണ് കൊടുക്കുന്നത് റൂൾസിന്റെ ഇതിന്. പിന്നെ പർപ്പിൾ ടൈലിന്റെ ഫുഡ് ഉണ്ട്. ബാഗ് കണ്ട. ഡോഗിനും കാറ്റിനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള ബാഗുകൾ. ഇതൊക്കെയാണ് നമ്മളവിടെ ഉള്ളത്. മാക്സിമം നമ്മുടെ അവിടെ വന്നിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്കൗണ്ട് കിട്ടും. ഇല്ല, ഡിസ്കൗണ്ട് കൊടുക്കില്ല നമ്മുടെ. ആ, ഫുൾ ഡിസ്കൗണ്ട് ആണെന്ന് പറയാൻ. ഡിസ്കൗണ്ട് ആണ്. പിന്നെ പുതിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോഗ്സിനുള്ള അതുപോലെ പപ്പീസിനുള്ള എന്ത് ആക്സസറീസ് ആയാലും ഫുഡ്സ് ആയാലും നമ്മുടെ അവിടേക്ക് വന്ന് നമ്മൾ ഡിസ്കൗണ്ടിൽ ചെയ്ത് കൊടുക്കുന്നതാണ്.
അപ്പോൾ അതെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ കുറെ ട്രീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, പല പല ട്രീറ്റ്സുകൾ പല ടൈപ്പ് ഉണ്ട്. എവിടെയുണ്ട് കാറ്റിന് തന്നെ ഉണ്ട് അത്യാവശ്യം ട്രീറ്റ്സ്, കുറെ ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമ്മളൊരു വീട്ടിൽ ലിറ്ററായിട്ട് കിടക്കുന്നുണ്ട് ബീഗിള്, അതും കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു ഷിറ്റ്സു ആളാണ് മേടിച്ചത്. ആളെവിടെയാ? യുകെയില്. യുകെയില്. പേര് പ്രണവ് അല്ലേ? യുകെയിലാണ്. ഓക്കെ ഓക്കെ. ഇത് നിങ്ങൾ ഫ്രണ്ട്സാ? പേര് ക്രിസ്റ്റോ. അനിൽ. അലിന്റെ വീട് എവിടെയാ? കേച്ചേരി. രണ്ടുപേരും കേച്ചേരി. അപ്പൊ അതെ കേച്ചേരി എന്നാണ് ഫ്രണ്ട്സ് വന്നിട്ടുള്ള നമ്മുടെ പപ്പീനെ കൊണ്ടുപോകുന്നത്. ഇത് മെയില് ഫീമെയില് മേടിച്ചിട്ടുള്ളത്? ഫീമെയില് പപ്പിട്ടാ. ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ അവിടെ വന്നിട്ട് നമ്മുടെ റോയൽ ക്യാൻ്റെ സ്റ്റാർട്ടറിന്റെ ഓഫറൊക്കെ എടുത്തിട്ട് പോവാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ശരിട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. റോയൽ ക്യാൻ ഉണ്ട്, പിന്നെ അതിന്റെ ഫുഡിന്റെ പിന്നെ വേറെ ഇതുണ്ട്, ഒരു പൗഡർ ഉണ്ട്, കാൽസ്യം വിറ്റാമിൻ ഒക്കെ ഉണ്ട്, എല്ലാം കൊടുക്കാം. ഓക്കെ. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മെയില് ഹസ്കി പപ്പി, ടോം മാക്സിന്റെ പപ്പിയും ബീഗിള് മെയിൽ പപ്പി. ഇത് എവിടെയാ സ്ഥലമാണ്? എവിടെയാ കൊണ്ടുപോണത്? വൈറ്റിലേക്കാണ് പോണത് കേട്ടാ. അവൻ ഭയങ്കര വില്ലപ്പനാട്ടാ. ഇപ്പന്നെ അവൻ നോക്ക്. ശരി, അപ്പൊ ഓക്കെ കേട്ടാ. വൈറ്റ് ഹസ്കി ഫീമെയിലിനെ കൊണ്ടുപോകുന്നു കേട്ടാ. എവിടെയാ സ്ഥലം? എവിടെയാ? മാടക്കത്ര. പേര്? ആദർശ്. എന്താ ചെയ്യുന്നത്? IT പ്രൊഫഷണൽ. അപ്പൊ അത് പേര് അവലൊക്കെ തീരുമാനിച്ചിട്ടുണ്ടോ പട്ടിക്കുട്ടിക്ക്? തീരുമാനിച്ചിരുന്നു. മുമ്പത്തെ ഡോഗിന്റെ പേര് യുക്സി എന്നായിരുന്നു. അപ്പൊ അതേപോലത്തെ ഒരു തീരുമാനിച്ച അങ്ങനെയാണ്. ഇപ്പൊ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കമന്റ് ഇട്ടോളോട്ടോ പേര്. വൈറ്റ് ഹസ്കി ഫീമെയിലിന് ഇന്ന പേര് ഇട്ടു എന്ന് പറഞ്ഞിട്ട്. ശരി, പപ്പി അടിപൊളിയല്ലോ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇങ്ങനെയല്ല പിടിക്കാൻ പട്ടിക്കുട്ടീനെ ശരിക്ക്. ഇപ്പൊ പിടിക്കുമ്പോ പട്ടിക്കുട്ടീനെ നിങ്ങക്ക് പിടിക്കാനും ഒരു സേഫായി. ഇങ്ങോട്ട് ഒന്ന് ചെസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കാണിച്ച. അപ്പൊ ഓക്കെ, ശരി, ഓക്കെ, താങ്ക് യു. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ പൂടിയിൽ പപ്പിയിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വേറൊരു ഇൻഫർമേഷനും കൂടി, നമ്മുടെ വീട്ടില് ഡോഗ്സിന് മൊത്തത്തില് സ്റ്റാർട്ടിങ് പപ്പീനെ മേടിക്കുന്ന കുറെ പേർക്ക് കുറെ സംശയങ്ങൾ പറഞ്ഞാൽ കൊണ്ടാണ് പറയുന്നത്. നമ്മൾ 4 ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. നോർമലി നമ്മുടെ ഇവിടെ നിന്ന് മേടിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു 30 ദിവസം കഴിഞ്ഞിട്ടുള്ള പപ്പീനെ മേടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വാക്സിൻ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 4 വാക്സിൻ ഓൾറെഡി ഉണ്ട് കേട്ടോ. നമ്മൾ പപ്പി DP ചെയ്തിട്ടാണ് ഇവിടുന്ന് ഒരു 80% പപ്പി 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാ പപ്പിക്കും വാക്സിൻ കൊടുത്തിട്ടുണ്ടാവും, പപ്പി DP വാക്സിൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ലൊരു വെറ്റിനറി ഡോക്ടറെ കാണിച്ചിട്ട് അതിന്റെ 4 ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടോ. ആദ്യത്തെ അസുഖങ്ങൾ പ്രതിരോധത്തിന്റെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് അതിന്റെ ബൂസ്റ്റർ. അത് കഴിഞ്ഞാൽ റാബിസിന്റെ ബൂസ്റ്റർ, അതൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പൊ നമ്മുടെ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോ വാക്സിന്റെ കടലാസ് എടുത്ത് നോക്കാം. ഒരു കൊല്ലം കഴിഞ്ഞു ആവാറായി, ഇനി വീണ്ടും അടുത്ത വാക്സിൻ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ പപ്പീനെ ചെറുപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞു, ലാസ്റ്റ് വാക്സിൻ നോക്കാം. നമ്മൾ പ്രതിരോധത്തിന്റെ ലാസ്റ്റ് വാക്സിൻ എന്നാ ചെയ്ത അത് മുതൽ ഒരു കൊല്ലം വരെ നോക്കാം. 12 മാസമാണ്. 12 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 12 മാസം ആവാൻ കാത്തിരിക്കുന്ന 11 ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് ചെയ്യുക. ഇനിയിപ്പോ ചില ആൾക്കാർക്ക് 2-3 പ്രാവശ്യം ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട ബുദ്ധിമുട്ട് കാരണം കൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന മെഡിസിനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റാബിസും പ്രതിരോധത്തിന്റെയും ഒരുമിച്ച് വരുന്ന വാക്സിൻസ് ഒക്കെ നമ്മുടെ അവിടെ ഇപ്പൊ കിട്ടുന്ന കാരണം കൊണ്ട് ചെറുപ്പത്തിൽ അത് അടിക്കേണ്ട, വലുതായി കഴിഞ്ഞാൽ നമുക്ക് അത് അടിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ വെറ്റിനറി ഡോക്ടറുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വെറ്റിനറി ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഇതിലൂടെ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേഗം നമ്മുടെ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. പപ്പീസിനെ മേടിക്കേണ്ടവർക്കൊക്കെ വിളിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആൾക്കാരുണ്ടെങ്കിൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തോ. ബെല്ലൈക്കണൊക്കെ അമർത്തി കഴിഞ്ഞാൽ നമ്മളെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പൊ അടുത്ത ആഴ്ച പുതിയ വീഡിയോ കാര്യങ്ങളായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.